ഇന്ന് നമുക്ക് കടച്ചക്ക കൊണ്ട് നല്ലൊരു തീയലുണ്ടാക്കി നോക്കാവേ. ഇതിനാദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ പെരുംജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരണം. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള ഇതൊക്കെ പോലെ തന്നെയാണ് ഇതുവേ. ഇത് കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ശേഷം വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മല്ലിപ്പൊടിയും വേണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണമെല്ലാം മാറി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കുക. പച്ചമണമെല്ലാം നന്നായി മാറിക്കഴിയുമ്പോഴത്തേക്കിന് അത് തണുക്കാൻ വെക്കുക. ആ സമയം നമുക്ക് കടച്ചക്ക ക്ലീനാക്കി എടുക്കാം. ശേഷം നമുക്ക് ഒരു പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് സബോളയോ ചെറിയ ഉള്ളിയോ ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കരിയാപ്പിലയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ഉണ്ടല്ലോ, അതും കൂടെ നമുക്കിതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഇത് കട്ടി കുറച്ച് നീളത്തിന് നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ. അതിട്ട് കൊടുത്തൊരു 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയമുണ്ടല്ലോ, ആ സമയം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പും ഇട്ട് കൊടുക്കണമേ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിക്കണം. കൂട്ടി യോജിച്ചതിന് ശേഷം നമുക്കൊരടപ്പ് വെച്ച് അടച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാവേ. അത് വെന്ത് വരുന്ന പാവം എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കുകയും ചെയ്യാം. ഇത് വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കടച്ചക്ക ഉണ്ടെങ്കിൽ വെറുതെ കളയൽ ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് ഇത്. ഇത് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ.